നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും അധികം ബ്രാൻഡ് വാല്യൂ ഉള്ള നടനാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ബ്രഹ്മാണ്ഡ സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപായി നിങ്ങൾ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിൽ ഒന്നാമതായി നോക്കാൻ പോകുന്നത് മോഹൻലാൽ തരുൺ മൂർത്തി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന സിനിമയാണ്. L366 എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന സിനിമയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. തരുൺ മൂർത്തി മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തുടരുമെന്ന ബ്ലോക്ക് പോസ്റ്റർ സിനിമയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ. ഒരു ഇടത്തരം ടൗണിൽ ജോലി ചെയ്യുന്ന SIയുടെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്ന ഈ ചിത്രത്തിൽ SI TS ലൗലിജൻ എന്ന കഥാപാത്രമായാണ് അദ്ദേഹം വരുന്നത്. ഇമോഷണൽ ത്രില്ലർ റിയലിസ്റ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സാധാരണക്കാരനായ ഒരു SIയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളും വഴിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. മനോജ് കെ ജയൻ, ജഗദീഷ്, ഇർഷാദ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ശക്തമായ കുടുംബജീവിതവും കുടുംബത്തിന്റെ കെട്ടുറപ്പും കാണിക്കുന്ന ഈ സിനിമ മോഹൻലാലിന്റെ 366ാമത്തെ ചിത്രമാണ്. മീര ജാസ്മിനാണ് ഈ സിനിമയിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത്. മോഹൻലാൽ ആരാധകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമ ഒരു മികച്ച വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന L367 എന്ന ചിത്രമാണ്. മോഹൻലാലിന്റെ 367ാമത്തെ ചിത്രം നിർമ്മിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. 367ാമത്തെ മോഹൻലാലിന്റെ ചിത്രമായതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് താൽക്കാലികമായി L367 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഈ സിനിമയുടെ രചനയും സംവിധാനം നിർവഹിക്കുന്നത് വിഷ്ണു മോഹനാണ്. വമ്പൻ ക്യാൻവാസിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. മേപ്പടിയൻ എന്ന ആദ്യ സിനിമയിലൂടെ തന്നെ ദേശീയ അവാർഡ് സ്വന്തമാക്കിയ സംവിധായകനാണ് വിഷ്ണു മോഹൻ. വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ മോഹൻലാൽ ചിത്രത്തിൽ ബോളിവുഡിൽ നിന്നും വിദേശത്തു നിന്നും എത്തുന്ന താരങ്ങളും അണിയറ പ്രവർത്തകരുമായിരിക്കും അണിനിരക്കുക. ഗോകുലം ഗോപാലിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങുന്ന വമ്പൻ ചിത്രങ്ങളിലൊന്നായിരിക്കും L367. ഈ സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. ഈ ചിത്രവും ഒരു വമ്പൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ മോഹൻലാൽ ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ദിലീഷ് പോത്തൻ മോഹൻലാൽ ചിത്രം. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ മോഹൻലാൽ നായകനായി എത്തുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ശ്യാം പുഷ്കർ തിരക്കഥൊരുക്കുന്ന ഈ സിനിമ ഈ വർഷം മധ്യത്തോടെ ചിത്രീകരണം ആരംഭിക്കും. ആദ്യമായാണ് മോഹൻലാലും ദിലീഷ് പോത്തനും ശ്യാം പുഷ്കറും ഒന്നിക്കുന്നത്. ആക്ഷൻ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരിക്കും ഇത്. മഹേഷിന്റെ പ്രതികാരം, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും, ജോജി എന്നീ ഫഹദ് ഫാസിൽ നായകനായ ചിത്രങ്ങൾ ഒരുക്കിയ ദിലീഷ് പോത്തൻ ഒരു സൂപ്പർ സ്റ്റാർ ചിത്രം ഒരുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സംവിധായകൻ മാത്രമല്ല, നടനായും നിർമ്മാതാവായും തന്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ദിലീഷ് പോത്തൻ. ദിലീഷ് പോത്തനും മോഹൻലാലും ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് സിനിമാ പ്രേക്ഷകർ. ഈ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഈ ചിത്രവും ഒരു വമ്പൻ വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ മോഹൻലാലിനെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ്. ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ വ്യത്യസ്ത സിനിമകൾ സംവിധാനം ചെയ്ത് ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത്. എഴുത്തിലെ വ്യത്യസ്തതയും മേക്കിങ്ങിലെ സ്റ്റൈലും കൃഷാന്തിന്റെ സിനിമകളെ എപ്പോഴും വേറിട്ട് നിർത്താറുണ്ട്. ഇരുവരും ഒന്നിക്കുന്ന ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മോഹൻലാലുമായി ഏതാനും ചില മീറ്റിങ്ങുകൾ കൂടി ബാക്കിയുണ്ടെന്ന് കൃഷാന്ത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. മോഹൻലാലിന്റെ സൈഡിൽ നിന്ന് ഒരു ഓക്കെ വരികയാണെങ്കിൽ ഈ സിനിമ ഉടൻ തന്നെ ആരംഭിക്കും. കൃഷാന്തിന്റെ സിനിമയായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് മോഹൻലാലിനെ അദ്ദേഹം സമീപിച്ചതെന്ന വാർത്തയും നേരത്തെ വന്നിരുന്നു. ഈ സിനിമ നിർമ്മിക്കുന്നത് മണിയമ്പിള്ള രാജുവാണ്. ഈ സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ ഒരുപാട് നാളുകൾക്ക് മുൻപേ അനൗൺസ്മെന്റ് വന്ന് ഈ അടുത്തിടെ വിവരങ്ങളൊന്നുമില്ലാത്ത ഒരു ചിത്രമായിരുന്നു. അനൂപ് മേനോനും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമ. ഇതാൽ ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായും ഈ സിനിമ സംഭവിക്കുമെന്ന് തന്നെ അനൂപ് മേനോൻ പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് അനൂപ് മേനോൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. കൊൽക്കത്തയിൽ വെച്ചായിരിക്കും ഈ സിനിമയുടെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്യുക. ഏകദേശം 20 ദിവസത്തോളം കൊൽക്കത്തയിൽ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യാനുണ്ട്. മോഹൻലാലിൻ്റെ സ്ഥിരം ശൈലിയിലുള്ള 3 ഫൈറ്റും 5 പാട്ടുകളുമുള്ള ചിത്രമായിരിക്കും ഇതുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വമ്പൻ ക്യാൻവാസിലും വലിയ ബഡ്ജറ്റിലുമായിരിക്കും ഈ സിനിമ പുറത്തു വരിക. വലിയ താരങ്ങൾ കൂടി അണിനിരക്കുന്ന ഈ സിനിമയുടെ തിരക്കഥ പൂർത്തിയാക്കുന്ന തിരക്കിലാണ് സംവിധായകൻ അനൂപ് മേനോൻ. ഈ ചിത്രവും ഒരു വമ്പൻ വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ മലയാള സിനിമാ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. മഹേഷ് നാരായണൻ രചനയും സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും മോഹൻലാലുമാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചെത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ സിനിമക്കുണ്ട്. സ്പൈ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഡാനിയൽ ജെയിംസ് എന്ന കഥാപാത്രമായി മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തുമ്പോൾ കേണൽ റഹീം നായികയായാണ് മോഹൻലാൽ സിനിമയിൽ വരുന്നത്.
ഇരുവരെയും കൂടാതെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, രാജീവ് മേനോൻ, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിയാബ്, ഗ്രേസ് ആന്റണി തുടങ്ങിയ വമ്പൻ താരനിര ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ സിനിമ ഏപ്രിൽ 23-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും. മോഹൻലാലും മമ്മൂട്ടിയും 19 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ഈ ചിത്രം 1 വർഷത്തിലേറെ എടുത്താണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. മാത്രമല്ല മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ച് വമ്പൻ ബജറ്റിലായിരിക്കും ഈ സിനിമ പുറത്തിറങ്ങുക. മലയാളത്തിലെ വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന ഈ ചിത്രം ഒരു വൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമാ പ്രേക്ഷകർ ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് രജനികാന്ത് നായകനായെത്തുന്ന ജയിലർ 2 എന്ന ചിത്രം. ഈ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ ജയിലറിൽ മോഹൻലാൽ മാത്യു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. പ്രേക്ഷകര കഥാപാത്രത്തെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കേരളത്തിൽ ഈ സിനിമയുടെ കളക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിൽ മോഹൻലാലിന് വലിയ പങ്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ സിനിമയുടെ 2ാം ഭാഗമായ ജയിലർ 2-ലും മോഹൻലാലിൻ്റെ മാത്യു എന്ന കഥാപാത്രം അതിഥി വേഷത്തിലെത്തും. സിനിമയിൽ മോഹൻലാലിനെ കൂടാതെ മിഥുൻ ചക്രവർത്തി, ശിവരാജ് കുമാർ, വിനായകൻ, വിജയ് സേതുപതി, ഷാറൂഖ് ഖാൻ എന്നിവരും ഈ സിനിമയിൽ അതിഥി വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ സിനിമ തീർച്ചയായും ഒരു വമ്പൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ പൃഥ്വിരാജ് നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കുന്ന ഖലീഫ എന്ന ചിത്രമാണ്. ഈ സിനിമയിൽ മോഹൻലാൽ അതിഥി വേഷത്തിലാണ് എത്തുന്നത്. മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ അതിഥി വേഷത്തിലെത്തുന്നത്. പോക്കി രാജ എന്ന ചിത്രത്തിന് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത്. 2 ഭാഗമായി പുറത്തിറങ്ങുന്ന ഈ സിനിമയിൽ മോഹൻലാൽ 2ാം ഭാഗത്തിൽ നായകനായി എത്തും. മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്ന ഈ ചിത്രം വലിയൊരു വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്ന തുടക്കം എന്ന ചിത്രമാണ്. മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. വിസ്മയ മോഹൻലാലാണ് ഈ സിനിമയിലെ നായിക. 2018 എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് തുടക്കം. ഈ സിനിമയിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ സിനിമ ഈ വർഷം ഓണത്തോടുകൂടി റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമ ഒരു മികച്ച വിജയം സ്വന്തമാക്കി നല്ലൊരു തുടക്കമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ റോജിൻ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനെത്തുന്ന കത്തനാർ എന്ന ചിത്രമാണ്. ഈ സിനിമയിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുന്നുണ്ട്. ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ചിത്രം 3Dയിലാണ് റിലീസിനെത്തുന്നത്. ഏകദേശം 125 ദിവസത്തിന് മുകളിൽ ഈ സിനിമയുടെ ചിത്രീകരണം നടന്നിരുന്നു. ജയസൂര്യയെ കൂടാതെ അനുഷ്ക ഷെട്ടി, പ്രഭുദേവ തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഏകദേശം 15ഓളം ഭാഷകളിൽ ഈ സിനിമ റിലീസിനെത്തും. ഈ വർഷം തന്നെ ഈ സിനിമ തിയേറ്ററുകളിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജയസൂര്യയുടെ ഈ ചിത്രം വമ്പൻ വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു തെലുങ്ക് സിനിമയാണ്. തെലുങ്കിലെ മെഗാസ്റ്റാർ ചിരഞ്ജീവി നായകനായെത്തുന്ന ഈ സിനിമയിൽ മോഹൻലാൽ പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. ബോബി കൊല്ലി എന്ന സംവിധായകനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. നേരത്തെ ഈ ചിത്രത്തിൽ നിന്ന് മോഹൻലാൽ പിന്മാറിയിരുന്നെങ്കിലും പിന്നീട് മോഹൻലാൽ ഈ സിനിമയുടെ കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ബോളിവുഡ് താരം അനുരാഗ് കശ്യപും ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ആദ്യമായിട്ടാണ് മെഗാസ്റ്റാർ ചിരഞ്ജീവിയും മോഹൻലാലും ഒന്നിക്കുന്നത്. അടുത്ത സിനിമ പ്രിയദർശനും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ്. പ്രിയദർശൻ്റെ 100ാമത്തെ സിനിമ. പ്രിയദർശൻ്റെ 100ാമത്തെ ചിത്രത്തിൽ മോഹൻലാൽ ആയിരിക്കും നായകനെന്ന് പ്രിയദർശൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു. ഇരുവരും ഇതിനു മുൻപ് ഒന്നിച്ചപ്പോഴും സൂപ്പർ ഹിറ്റ് സിനിമകളാണ് മലയാളത്തിന് ലഭിച്ചത്. പ്രേക്ഷകർ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ് മോഹൻലാൽ പ്രിയദർശൻ കോംബോ. അതുകൊണ്ട് തന്നെ ഈ സിനിമയും ഒരു വമ്പൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്ന ദൃശ്യം 3 എന്ന സിനിമയാണ്. ദൃശ്യം 1ൻ്റെയും 2ൻ്റെയും വമ്പൻ വിജയത്തിന് ശേഷമാണ് ഈ സിനിമ എത്താൻ പോകുന്നത്. ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സിനിമയിൽ മോഹൻലാലിനോടൊപ്പം മീന, അൻസിബ ഹസൻ, എസ്തർ അനിൽ തുടങ്ങിയവർ ഉണ്ടാകും. കൂടാതെ ആശാ ശരത്ത്, സിദ്ദിഖ്, മുരളി ഗോപി, KB ഗണേഷ്, കോഴിക്കോട് നാരായണൻ എന്നിവരും ഈ സിനിമയിലെത്തും. ഏപ്രിൽ 2-നായിരിക്കും ഈ സിനിമ തിയേറ്ററിൽ. അടുത്ത ചിത്രം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന റാം എന്ന ചിത്രമാണ്. 2 ഭാഗങ്ങളെ ഇറക്കാനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കോവിഡ് കാലത്ത് മുടങ്ങിപ്പോയതാണ്. ഈ സിനിമയുടെ ചിത്രീകരണം വീണ്ടും ആരംഭിക്കുന്നുണ്ട്. ഈ സിനിമയും ഈ വർഷം തന്നെ ഇറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സിനിമ MDയുടെ 2ാം ഊഴത്തെ ആസ്പദമാക്കി മോഹൻലാൽ നായകനെത്തുന്ന ചിത്രമാണ്. ഇത്രയും സിനിമകളാണ് മോഹൻലാലിൻ്റെതായി വരാനിരിക്കുന്നത്. ഈ സിനിമകളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്.